നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വാഹനാപകട കേസിൽ 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ചുമത്തപ്പെട്ട് നാട്ടിൽ പോകാനാവാതെ കഴിഞ്ഞ മലയാളി യുവാവിന് ഒടുവിൽ സൗദി കോടതിയുടെ കാരുണ്യം. 3 വർഷത്തെ ജയിൽവാസത്തിനും 2 വർഷത്തെ നിയമ പോരാട്ടത്തിനും ഒടുവിലാണ് മലപ്പുറം സ്വദേശി ഷംസുദ്ദീന് കരുണ ലഭിച്ചിരിക്കുന്നത്. 5 വർഷം മുൻപുണ്ടായ വാഹനാപകട കേസിൽ 5,89,000 റിയാലിന്റെ, അതായത് ഏകദേശം 1 കോടി രൂപയുടെ മോചനദ്രവ്യം വിധിക്കപ്പെട്ട് നാട്ടിൽ പോകാൻ കഴിയാതെ സൗദിയിൽ കഴിയുകയായിരുന്നു ഇയാൾ. സൗദിയിലെ ബുറൈദയിൽ 12 വർഷമായി ഒരു ഫർണിച്ചർ കമ്പനിയിൽ ഡ്രൈവറായിരുന്നു അദ്ദേഹം. 5 വർഷം മുൻപ് ബുറൈദിൽ നിന്ന് ദവാത്മിയിലേക്ക് ജോലിയുടെ ഭാഗമായി ടൊയോട്ട പിപ്പയ്ക്ക് ഓടിച്ചു പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. സൗദി പൗരൻ ഓടിച്ച കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഉണ്ടായത്. സൗദി പൗരൻ സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ വാഹനത്തിലുണ്ടായിരുന്ന മക്കൾക്കും എതിർവാഹനത്തിലുണ്ടായിരുന്ന ഷംസുദ്ദീനും പരിക്കേറ്റു. ഷഖ്രയിലെ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയിലൂടെയും ചികിത്സയുമായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് പിക്കപ്പിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ഷംസുദ്ദീനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യം അറിയുന്നത്. ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തിൽ തൊഴിലുടമയുടെ അലംഭാവമാണ് ഷംസുദ്ദീനെ കുടുക്കിയതെന്നതും വ്യക്തമാണ്. തുടർന്ന് പോലീസ് ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്ത് ഷഖ്ര ജയിലിൽ അടച്ചു. മരിച്ച സൗദി പൗരനും പരിക്കേറ്റ കുട്ടികൾക്കും അപകടത്തിൽപ്പെട്ട വാഹനത്തിനുമടക്കം 5,89,000 റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. ഇത്രയും വലിയ തുക ഷംസുദ്ദീന് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. റിയാദ് KMCCയുടെ വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തുവൂർ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ഒരു സൗദി പൗരന്റെ ജാമ്യത്തിൽ ഷംസുദ്ദീനെ ജയിലിൽ നിന്ന് ഇറക്കി. പിന്നീട് കേസുമായി 2 വർഷത്തോളം റിയാദിൽ കഴിയേണ്ടിയും വന്നു. കോടതിയിൽ നടന്ന വാദത്തിനിടയിൽ ഷംസുദ്ദീന് നഷ്ടപരിഹാരം നൽകാൻ യാതൊരു വഴിയുമില്ലെന്ന് ജഡ്ജിയെ ബോധ്യപ്പെടുത്താനായത് കേസിൽ വഴിത്തിരിവാവുകയായിരുന്നു. കരുണ തോന്നിയ ജഡ്ജി ഇത്രയും ഭീമമായ തുകയുടെ മോചനദ്രവ്യം ഒഴിവാക്കി ഉത്തരവിടുകയും കേസിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. റിയാദിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ നിന്ന് എക്സിറ്റ് കിട്ടിയ ഷംസുദ്ദീൻ KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റി സമ്മാനിച്ച വിമാന ടിക്കറ്റിൽ അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങും. റഫീഖ് മഞ്ചേരി, നൌഫൽ തിരൂർ, താജുദ്ദീൻ, അബ്ദുൾ റസാഖ് എന്നിവരും വിവിധ ഘട്ടങ്ങളിൽ സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.